രാജ്യത്ത് 2 വർഷത്തിനിടെ 28,000 സ്റ്റാർട്ടപ്പ് സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടി. 2023-ൽ 15,921 2024-ൽ 12,717 ക്രമത്തിലാണ് സ്റ്റാർട്ടപ്പുകൾ താഴ്വീണത്. അഗ്രിടെക്, ഫിൻടെക്, എഡ്യൂടെക്, ഹെൽത്ത് ടെക് മേഖലകളിലാണ് വ്യാപക അടച്ചുപൂട്ടലുകളെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട്. കടുത്ത സാമ്പത്തിക ബാധ്യതകളാണ് പുതിയ സംരംഭങ്ങളെ അടച്ചുപൂട്ടലിലേക്ക് നയിച്ചതെന്നും ഇന്റലിജൻസ് പ്ലാറ്റ്ഫോമായ ട്രാക്സൻ റിപ്പോർട്ടിൽ പറയുന്നു. ബിസിനസ് ആശയത്തിനുണ്ടായ പാളിച്ചയാണ് സ്റ്റാർട്ടപ്പുകൾക്ക് വിനയായതെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. വിപണിയിൽ വേണ്ടത്ര സ്വീകാര്യത കിട്ടാതിരുന്നതോടെ ഇവയെല്ലാം പൂട്ടേണ്ട സ്ഥിതിയിലായി. ബിസിനസ് ആശയം പ്രാവർത്തികമാക്കാവുന്നതാണെന്ന് തിരിച്ചറിയും മുമ്പേ വൻതോതിൽ നിക്ഷേപം നേടുകയും എന്നാൽ പ്രവർത്തന ചെലവ് അനിയന്ത്രിതമാവുകയും ചെയ്തത് പല സ്റ്റാർട്ടപ്പുകളെയും പരാജയത്തിലേക്ക് തള്ളിയിട്ടു. ദീർഘകാല കാഴ്ചപ്പാടില്ലാത്തതും തിരിച്ചടിയായി. മൂലധന നിക്ഷേപത്തിലെ അപര്യാപ്തത, അമിത സാമ്പത്തിക ഭാരം എന്നിവയും സ്ഥാപനങ്ങളുടെ പ്രതിസന്ധി വർദ്ധിപ്പിച്ചു. ഉപഭോക്താക്കളെ നിലനിർത്തുന്നതിലെ കുറവ് മറ്റൊരു കാരണമായി. പല സ്ഥാപനങ്ങൾക്കും അധിക പ്രവർത്തന ചെലവും സാമ്പത്തിക ബാധ്യത വർദ്ധിപ്പിച്ചു. 2019-നും 2022-നും ഇടയിൽ 2,300 സ്ഥാപനങ്ങൾ മാത്രമാണ് പാപ്പരത്വം കാരണം പൂട്ടിയത്. എന്നാൽ 2023-24 ഇതിന്റെ നിരക്ക് കുതിച്ചുയർന്നതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പുതിയതായി രജിസ്റ്റർ ചെയ്യപ്പെടുന്ന സ്റ്റാർട്ടപ്പ് കമ്പനികളുടെ എണ്ണം ഗണ്യമായി ഇടിയുന്നതായും ട്രാക്സൻ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. 2024-ൽ കേവലം 5,264 സ്ഥാപനങ്ങൾ മാത്രമാണ് മേഖലയിലേക്ക് കടന്നു വന്നത്. 2019-നും 2022-നും ഇടയിൽ 9,600 രജിസ്ട്രേഷൻ നടന്ന സ്ഥാനത്താണിത്. ഈ വർഷം ഇതുവരെ 125 സ്ഥാപനങ്ങൾ മാത്രമാണ് സ്റ്റാർട്ടപ്പ് രംഗത്തേക്ക് കടന്നു വന്നത്. സ്റ്റാർട്ടപ്പുകളെ മറ്റ് സ്ഥാപനങ്ങൾ ഏറ്റെടുക്കുന്ന നടപടികൾ മാന്ദ്യത്തിലേക്ക് വീണതും അടച്ചുപൂട്ടലിലേക്ക് വഴിതെളിച്ചു. 2021-ൽ 248 സ്ഥാപനങ്ങൾ ഏറ്റെടുക്കലിന് വിധേയമായെങ്കിലും കഴിഞ്ഞ വർഷം ഇത് 131 കുറഞ്ഞു. ഈ സാമ്പത്തിക വർഷം ഇതുവരെ 259 സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടിയെന്നും വരും നാളുകളിൽ ഇതിന്റെ നിരക്ക് ഉയരുമെന്നും റിപ്പോർട്ടിൽ വിലയിരുത്തുന്നുണ്ട്. ഇന്ത്യയിൽ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത സ്റ്റാർട്ടപ്പുകളിലേക്ക് 2024-ൽ എത്തിയത് $171.4 മില്യൺ ആണെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട്. 2025-ൽ ജനുവരി മാർച്ചിൽ 2 റൗണ്ടുകളിലായി $12.5 മില്യൺ നേടി. അതേസമയം ഈ രംഗത്തെ ചൈനീസ് US സ്റ്റാർട്ടപ്പുകളുടെ നേട്ടവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യ ഏറെ പിന്നിലാണെന്നും കണ്ടെത്താം. US സ്റ്റാർട്ടപ്പുകൾ 34 ബില്യനും ചൈനീസ് കമ്പനികൾ 3.3 ബില്യനും നേടിയപ്പോൾ ഇന്ത്യൻ കമ്പനികളിലേക്കുള്ള നിക്ഷേപം 171.4 മില്യണിൽ ഒതുങ്ങി. 2025-ൽ ഇതിനകം ചൈനീസ് സ്റ്റാർട്ടപ്പുകൾ 220 മില്യനും US കമ്പനികൾ 6.2 ബില്യനും നേടിയിട്ടുണ്ടെന്നും ട്രാക്സൻ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്.